ഇനി എറണാകുളത്തെ കണക്കുകളിലേക്ക് പോകുമ്പോൾ എറണാകുളത്ത് ആദ്യം മലപ്പുറത്തേക്കാൾ മുമ്പേ ഈ മഞ്ഞപ്പിത്ത ബാധ റിപ്പോർട്ട് ചെയ്തത് എറണാകുളം വേങ്ങൂരിലാണ്. ഇതുവരെ 180 പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. 40 പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരും. നിതിൻ, ഈ വേങ്ങൂരിലെ പൊതുജല സംഭരണിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നേരത്തെ വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. ഇപ്പോൾ ക്ലോറിനേഷനുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ അവിടെ പുരോഗമിക്കുന്നുണ്ടോ? ഇപ്പോഴും നിരവധി പേർ ആശുപത്രിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ഈ പ്രദേശത്തെ മഞ്ഞപ്പിത്ത ബാധ? ജിൽസി പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തോടടുക്കുന്നു ആദ്യമായി ഒരു കേസ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ വേങ്ങൂർ ഗ്രാമത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ മാസം ഏപ്രിൽ 17-ാം തീയതിയാണ് ആദ്യത്തെ കേസ് വേങ്ങൂരിൽ റിപ്പോർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു മാസമായിട്ടും ഇപ്പോഴും രോഗികളുടെ എണ്ണം കൂടുന്നത് അത് വലിയ തോതിൽ ഗ്രാമത്തിലുള്ളവർക്ക് ഈ പ്രദേശവാസികൾക്ക് ആശങ്ക നൽകുന്നു. നിലവിൽ 180 രോഗികളാണുള്ളത്. അതിൽ 41 പേർ ചികിത്സയിലാണ്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഒരാൾ നേരത്തെ ഈ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് മരിച്ചിരുന്നു. ഏതായാലും ഇവിടുത്തെ ആളുകൾ വലിയ പരിഭ്രാന്തിയിലാണ്. കാരണം ഈ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ ജല അതോറിറ്റിയുടെ ശുദ്ധജല കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ആ വെള്ളത്തിലൂടെയാണ് ഇത് പടർന്നത് എന്ന് ആരോഗ്യവകുപ്പ് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ഈ ക്ലോറിനേഷൻ, ഈ വെള്ളം കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിച്ച് ക്ലോറിനേഷൻ ഈ വെള്ളം ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ മനസ്സിലായത് ആവശ്യമായ ക്ലോറിനേഷൻ ഈ വെള്ളത്തിൽ നടന്നിട്ടില്ല എന്നാണ്. പക്ഷേ ജല അതോറിറ്റി വകുപ്പ് പറയുന്നത് താൽക്കാലിക ജീവനക്കാരുടെ ഒരു പരിചയക്കുറവ് കാരണമാണ് ക്ലോറിനേഷൻ കൃത്യമായി നടക്കാത്തതെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഈ സമീപ പ്രദേശങ്ങളിലെയും ഈ കുടിവെള്ള പദ്ധതിയിലെയും വെള്ളം ശേഖരിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ക്ലോറിനേഷൻ പൂർണ്ണമായി നടക്കാത്തത് തന്നെയാണ് മാലിന്യം വെള്ളത്തിൽ കലരാൻ കാരണമായത് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ആരോഗ്യ വകുപ്പ് ഇത് തടയാനുള്ള അല്ലെങ്കിൽ ഇത് പടരാതിരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഈ കളക്ടർ NSK ഉമേഷ് ഇതുമായി ബന്ധപ്പെട്ട് തഹസിൽദാരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിലും ഈ ക്ലോറിനേഷൻ നടക്കാത്തത് അല്ലെങ്കിൽ ഈ ജല അതോറിറ്റിയുടെ ഈ പദ്ധതിയിലൂടെയാണ് ഈ മഞ്ഞപ്പിത്തം പടർന്നത് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത് കുടിവെള്ള പദ്ധതിയിലൂടെയാണോ അതോ ഈ പൊട്ടിക്കിടന്ന പൈപ്പുകളിലൂടെയാണോ ഈ രോഗബാധ വെള്ളത്തിലേക്ക് കലർന്നത് എന്ന കാര്യം പ്രത്യേകം പരിശോധിക്കണമെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. ഏതായാലും 180ഓളം ആളുകളാണ് നിലവിൽ ചികിത്സയിലുള്ളത്. വലിയ ആശങ്കയിലാണ് ഗ്രാമമുള്ളത്. കാരണം ഏകദേശം ഒരു മാസത്തോടടുക്കുന്നു ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഇത് നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് പകരുമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. ജിൽസി, ശരി നിതിൻ, എന്തായാലും വേങ്ങൂരിൽ ആശ്വസിക്കാനുള്ള സമയമായിട്ടില്ല. ഇപ്പോഴും മഞ്ഞപ്പിത്ത ബാധയുമായി ബന്ധപ്പെട്ട ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ശുചിത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് മഞ്ഞപ്പിത്ത ബാധ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം. അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയുമാണ് പ്രധാനമായും ഈ മഞ്ഞപ്പിത്തം പടരുന്നത്. കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു അതീവ ജാഗ്രത വേണ്ടതാണ്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനും നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കുക. ഇനി മഴയൊക്കെ തുടങ്ങുകയാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയാണ്.